ഹലോ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് സംസാരിക്കുന്നത് ന്യൂമറോളജി സംബന്ധമായ ഒരു വീഡിയോ തന്നെയാണ്. കുറച്ചു കാലത്തിന് ശേഷമാണല്ലേ വീണ്ടും വരുന്നത്. കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇന്ന് ന്യൂമറോളജി പരമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വ്യക്തിത്വം നമ്മൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് വഴികളാണ് പറയുന്നത്. വ്യക്തിയെ നമുക്ക് കണ്ട ഉടനെ ഇദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഇന്നതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള കുറച്ച് ഷോർട്ട് കട്ടുകളാണ്. ഏത് മനുഷ്യനും ജനിച്ച ദിവസത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി നമ്പർ 3 ആണെന്ന് കരുതുക. അവരെങ്ങനെയാണ് കണക്കൂട്ടുന്നത്? ഇപ്പോൾ 3-ാം തീയതി ജനിച്ചവർ, 12-ാം തീയതി ജനിച്ചവർ. 12 എന്തുകൊണ്ട് എടുത്തു? 1 + 2 3, അത് 3 ആയി. പിന്നെ 21-ാം തീയതി ജനിച്ചവർ 2 + 1 3. പിന്നെ 30-ാം തീയതി ജനിച്ചവർ 3 + 0. അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. 3-ാം തീയതി ഒറ്റ സംഖ്യയിലാണ്, പിന്നെ നമുക്ക് കൂട്ടാനും കുറക്കാനും ഒന്നുമില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, അവരുദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് തമ്പാൻ സോണിന്ന് ഒരു വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. കാരണം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ് താമസിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ കുറിച്ച് പറയുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എല്ലാം ഒന്നിച്ച് പറയാനൊന്നും ഇല്ല. നമുക്കൊരു 3 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ തിരിച്ചിരിക്കുന്നത്. അതായത് 1, 2, 3 ഒരു വീഡിയോ, 4, 5, 6 മറ്റൊരു വീഡിയോ, 7, 8, 9 അതൊരു വീഡിയോ. അപ്പോൾ ഇങ്ങനെ 3 വീഡിയോ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യ വീഡിയോയിലെ 1, 2, 3 ഈ 3 സംഖ്യകളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ 1. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്, എന്നിരുന്നാലും പറയാം. 1 എന്ന് പറഞ്ഞാൽ സൂര്യന്റെ എനർജിയാണ്. അതായത് എനർജി ഗിവറാണ്. ഈ സൗരയുദ്ധത്തിലെ എല്ലാ കാര്യങ്ങളും സൂര്യനാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇതിന്റെ സെൻട്രൽ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അപ്പോൾ ഇങ്ങനെ എനർജി നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് ചുരുക്കം. അതാണ് പേഴ്സണാലിറ്റി നമ്പർ 1. 1 എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് 1-ാം തീയതി ജനിച്ചവർ, 10-ാം തീയതി ജനിച്ചവർ, 19-ാം തീയതി ജനിച്ചവർ, 28-ാം തീയതി ജനിച്ചവർ, ഈ ദിവസങ്ങളിലൊക്കെ ജനിച്ചവർ 1ന്റെ പേഴ്സണാലിറ്റിയാണ്. നേരത്തെ പറഞ്ഞല്ലോ രാജകൊട്ടാരം, അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ രാജാവാണ് 1 എന്ന എനർജി. അതായത് അവിടെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന എനർജി എന്ന് ചുരുക്കം. അപ്പോൾ ഈ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? രാജാവിനെ പോലെ ആയിരിക്കും. അതായത് രാജാവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. എല്ലാ കാര്യത്തിനെയും നിയന്ത്രിച്ച് ഒരു കാര്യത്തിന് അപ്പോൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്താനും അതിന് എന്താണ് അതിന്റെ പ്രതിവിധി എന്ന് കണ്ടുപിടിക്കാനൊക്കെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി ആയിരിക്കും. അത് മാത്രമല്ല, ഏതൊരു കാര്യത്തിനെയും 1, 2, 3 സ്റ്റെപ്പുകൾ മുൻപേ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അതാണ് യഥാർത്ഥ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി അവർക്ക് മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ചെറിയ കുട്ടികളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്താ പറയാ ലീഡറാണോ എന്നൊന്നും നോക്കരുത്. തീർച്ചയായിട്ടും അവരുടെ ഒരു ജീവിതത്തിന്റെ 10-25 വയസ്സെങ്കിലും കഴിയണം യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു എനർജി നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. രണ്ടാമത്തെ ഒരു ഗുണമായിട്ട് പറയേണ്ടത് എന്താ പറയാ, സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയാം. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഇവരുടെ എനർജി. ഇവരുടെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനാണ്. അതായത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിന് തീരുമാനമെടുക്കണോ, അതെന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഉടൻ തന്നെ ആക്ഷനാണ്. അവരുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ആക്ഷൻ വരും. അതാണ് അവരുടെ ഇൻബിൽഡ് ആയിട്ടുള്ള എനർജി. പിന്നെ അതുപോലെ നല്ലൊരു കോൺഫിഡൻറ്റ് ഇവർക്കുണ്ടാകും. അതായത് ഇവരെ ചുറ്റിക്കൊണ്ട് ഒരുപാട് പേര് ഇവരെ സഹായിക്കാനുണ്ടാവും. ഈ രാജകൊട്ടാരം വെച്ചിട്ട് പറയുകയാണെങ്കിൽ മന്ത്രിമാരുണ്ട്, രാജഗുരുവുണ്ട്, ഭടന്മാരുണ്ട്, ഒരുപാട് പേര് ഈ രാജാവിനെ സഹായിക്കാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജാവ് എപ്പോഴും കോൺഫിഡൻറ്റ് കൂടി ആയിരിക്കും. ഇതുപോലെ രാജ്യകാര്യങ്ങൾ തലയിൽ ചുറ്റിക്കറങ്ങുന്നത് കൊണ്ട് തന്നെ എപ്പോഴും കുറച്ച് സ്ട്രെസ് കൂടുതലുള്ള ആൾ കൂടിയായിരിക്കും. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടുള്ള തല ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കാനല്ല, ദേഷ്യം ഒരു പക്ഷേ കുറച്ച് കൂടുവാനുള്ള സാധ്യതയുണ്ട്. കാരണം റിസൾട്ട് വേണം, ഒരുപാട് കാര്യങ്ങൾ തലയിലൂടെ കയറി ഇറങ്ങുന്നവരാണ്. ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്വേച്ഛാധിപത്യ പ്രവണത ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പിന്നെ ഇവരുടെ ഒരു ദൂഷ്യവശമായിട്ട് പറയാനുള്ള മറ്റൊരു പോയിന്റ് ഇതാണ്, ലഹരിക്ക് അടിമപ്പെട്ടു പോകാനുള്ള സാധ്യത. അത് ശ്രദ്ധിക്കണം. കാരണം രാജാവിന് പറഞ്ഞിട്ടുള്ളതാണല്ലേ സോമരസം. പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താവും,
അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ടാവും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ലീഡറാണെന്ന്. ലീഡർ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും, മറ്റ് കൂടെ ഉള്ളവർക്കും അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ലഹരി വസ്തുക്കളിലേക്കുള്ള ചായ്വ് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും പോകുക. അപ്പോൾ ഇതൊക്കെയാണ് ഒന്നിൻ്റെ പ്രത്യേകത. അതായത് ഞാൻ ആദ്യം പറഞ്ഞ രാജകൊട്ടാരവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ രാജാവാണ് ആ ഒരു സ്വഭാവം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്ത നമ്പറിലേക്ക് പോകാം. പേഴ്സണാലിറ്റി നമ്പർ 2, അതായത് 2-ാം തീയതി, 11-ാം തീയതി, 20-ാം തീയതി, 29-ാം തീയതി ഈ ദിവസങ്ങളിൽ ജനിച്ചവർ പേഴ്സണാലിറ്റി നമ്പർ 2 ആണ്. അതിന്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത്. 29 എന്ന് പറഞ്ഞാൽ 2 + 9 11, 11 എന്ന് പറഞ്ഞാൽ 1 + 1 2. അതാണ് പേഴ്സണാലിറ്റി നമ്പർ 2 എന്ന് പറയുന്നത്. ഇതിന്റെ എനർജി ഞാൻ ആദ്യ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രന്റെ എനർജിയാണ്. അതൊരു ജ്യോതിഷപ്രകാരമുള്ള അറിയാം, ചന്ദ്രന്റെ എനർജിയാണ്. അതായത് കലാരംഗം, മാതൃത്വം, സ്നേഹം, കെയറിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചന്ദ്രനെ വെച്ചിട്ട് നമുക്ക് പറയാനുണ്ട്. എങ്കിൽ ഈ രാജ കൊട്ടാരവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ രാജ്ഞിയാണ്. അതായത് നമുക്ക് രാജ്ഞി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ, അതായത് പണ്ടത്തെ രാജകൊട്ടാരത്തിലെ രാജ്ഞി കേട്ടോ, അത് മനസ്സിൽ വരുമ്പോഴേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ട് അല്ലെ. ഒരു എടുത്തു ചാടി മുന്നിലേക്ക് വരുന്നതല്ല, കുറച്ച് മറഞ്ഞു നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാലോ സുന്ദരമായിട്ടുള്ള ഒരു കാര്യം അല്ലെ. രാജ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യവതി തന്നെയായിരിക്കും. നമ്മൾ ചന്ദ്രന്റെ എനർജി പ്രകാരം പറയുകയാണെങ്കിൽ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ആൾക്കാരായിരിക്കും 2-ലെ പേഴ്സണാലിറ്റി. ചില അവസരങ്ങളിൽ രാജാവിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന അത്ര കാര്യങ്ങളെ സൂക്ഷ്മ വിശകലനം ഇവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു നോട്ടം കൊണ്ട് തന്നെ ഒരു വ്യക്തിത്വത്തിനെ മനസ്സിലാക്കിയെടുക്കാനൊക്കെയുള്ള ഒരു പവർ ഇവർക്ക് ഉണ്ട്. അതുപോലെ ഫ്ലെക്സിബിലിറ്റി, അതാണ് മറ്റൊരു ഗുണം. അത് ഏതൊരു വ്യക്തിയുടെ കൂടെ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് മികച്ച കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് 2 ആണ്. അതായത് 1 അല്ല 2. അതായത് മറ്റൊന്നിൻ്റെ കൂടെ കൂടുമ്പോഴാണ് ഇതിന് എനർജി കൂടുക എന്ന് ചുരുക്കം. അതായത് നമുക്ക് ചന്ദ്രന്റെ എനർജി തന്നെ എടുക്കാം. അതായത് സൂര്യന്റെ പ്രകാശം കൊണ്ട് തിളങ്ങുന്ന മനോഹരമായിരിക്കുന്ന സംഭവമാണ് അല്ലെ 2. അതാണ് കലാരംഗം. ഇതിനൊക്കെ നമ്മൾ നോക്കുകയും ചെയ്യുന്നത്. അതായത് കല എന്ന് പറഞ്ഞാൽ ഒരു റിയലിന്റെ ഒരു പ്രതിഫലനമാണ് അല്ലെ. സിനിമയായാലും ഇനി ചിത്രമായാലും എന്തായാലും ഒരു റിയൽ ആയിട്ടുള്ള ഒന്നിന്റെ പ്രതിഫലനമാണ് നമുക്ക് ഈ കലയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം റിലേഷൻഷിപ്പ്. അതായത് റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ല 2 ഉണ്ടാകുമ്പോഴല്ലേ അല്ലെ റിലേഷൻഷിപ്പ് ഉണ്ടാകുള്ളൂ. അതിന് മികച്ചതാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഇവരുടെ കഴിവ് തന്നെയാണ് അത് പറയേണ്ടത്. അതുപോലെ പേഷ്യൻസ്, അതായത് ക്ഷമ. ഇവർക്ക് ഒരു കാര്യം ചെയ്ത് തീർക്കാനുള്ള, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്ത് നിർത്താനുള്ള പേഷ്യൻസ്, അത് ഇവർക്ക് വളരെയധികം ഉള്ള ഒരു വ്യക്തിത്വം ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് എന്താ പറയാ, ഈ ചിന്തകൾ കുറെ കൂടുതലായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഇമോഷണലി എപ്പോഴും ബാഡായിട്ട് ഇരിക്കാനുള്ള ഒരവസ്ഥയും ഉണ്ട്. നമ്മൾ ന്യൂമറോളജി പ്രകാരം പറയുമ്പോൾ ഈ ഒരു വ്യക്തിത്വത്തിന് കൃത്യമായിട്ടുള്ള പേരായിരിക്കണം. അങ്ങനെ മികച്ച ഒരു പേരുണ്ടെങ്കിലാണ് അവർക്ക് എന്താ പറയാ മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പൊതുവെ നമുക്ക് കല എന്ന് പറയുമ്പോൾ എന്താ, ഇമോഷണലി ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, ഭാവനയാണ്. ഭാവന ചുമ്മാ എവിടെയെങ്കിലും എന്താ പറയാ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതപ്പോൾ നമുക്ക് ഇമോഷണലി ബാഡ് മാത്രമേ ആവുള്ളൂ. അതേസമയം ഈ ഇമോഷന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ നൽകാൻ വേണ്ടി പറ്റുമെങ്കിൽ അതെന്തായി, കലയായി, ഒരു മികച്ച ഒരു സംഭവമായി. അപ്പൊ അങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരാണ് ഫേമസ് ആയിട്ടുള്ള ടൂലെ ഷാറൂഖ് ഖാൻ ആയാലും അമിതാഭ് ബച്ചൻ ആയാലും നമ്മുടെ മൈക്കിൾ ജാക്സൺ ആയാലും അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ കലാകാരന്മാർ തേച്ചും ഈ 2-ന്റെ എനർജിയിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള 2-ന്റെ എനർജിക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പേര് കൂടി ഉണ്ടെങ്കിലാണ് അതൊരു മികച്ച രീതിയിലേക്ക് ആകുക. അല്ലെങ്കിൽ എന്താകും, ഇമോഷണലി ബാഡ് ആകാനുള്ള സാധ്യത, എപ്പോഴും ദുഃഖിച്ചു കൊണ്ടിരിക്കാനുള്ളത്. പൊതുവെ നമ്മൾ ചന്ദ്രനെ പറയുമ്പോൾ അറിയാലോ, ഒരു ദിവസം ഒരു വലിപ്പമാണെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരു വലിപ്പമാണ്. അതായത് എപ്പോഴും മൂഡ് സ്വിങ് എന്ന് പറയാം. അതായത് മാനസികമായിട്ട് എപ്പോഴും പലതരം ചേഞ്ചസ് അവരുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊതുവെ നമ്മൾ ഈ 2 എന്ന ചന്ദ്രന്റെ എനർജിനെ സ്ത്രൈണമായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. അപ്പോൾ ഈ പൊതുവെ സ്ത്രൈണമായിട്ടുള്ള എനർജിക്ക് എപ്പോഴും ഇമോഷണൽ ഡിഫറൻസ് പൊതുവെ ഉണ്ടാകാറുണ്ട്. അത് അല്ലെ പ്രകൃതിയാണെന്നാണ് നമ്മൾ പറയാറ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഈ എനർജി ചേഞ്ചസ് ഇവർക്ക് ഉണ്ടാകും. അപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും രാജ്ഞി തന്നെയാണ്, കലാകാരികളാണ്, സുന്ദരന്മാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ ഗുണങ്ങളും ഇവർക്ക് ഉണ്ട്. അപ്പോൾ യോഗ പ്രാക്ടീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവർക്ക് സ്റ്റെബിലിറ്റി കൂടും. ഇതുപോലെ നല്ലൊരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന് ഒക്കെ അല്ലെങ്കിൽ സൗഹൃദത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ ഒക്കെ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മികച്ച രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അടുത്ത ഒരു പേഴ്സണാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 3, അതായത് 3-ാം തീയതി ജനിച്ചവർ, 12-ാം തീയതി ജനിച്ചവർ, 21-ാം തീയതി ജനിച്ചവർ, 30-ാം തീയതി ജനിച്ചവർ. ഈ പേഴ്സണാലിറ്റി, അതായത് നമ്മൾ ജ്യോതിഷ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിർഗ്രഹ പ്രകാരം നമ്മൾ പറയുന്നത് വ്യാഴത്തിന്റെ എനർജിയാണ്. വ്യാഴം അതായത് ബൃഹസ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി. ദേവഗുരു ആയതുകൊണ്ട് തന്നെ ഇതിന് ഗുരു എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയും. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഈ ഞാൻ പറഞ്ഞ ഡേറ്റിൽ ജനിച്ച അതായത് 3-ാം തീയതി, 12-ാം തീയതി, 21-ാം തീയതി, 30-ാം തീയതി. ഇവർക്ക് അറിവ് ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും. ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു മെറ്റലായിട്ടുള്ള എനർജി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത്, എങ്കിലും ബഹുമാനം, അതായത് ആ ഗുരുവിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആ ഒരു റെസ്പെക്ട് അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടാത്തത് അവർ ഒരുപക്ഷെ പോകില്ല. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഇവർ സൂക്ഷ്മമായിട്ട് അറിവിനെ ശേഖരിച്ചു കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരാൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചിലപ്പോൾ അവർ അറിവില്ലായ്മ കൊണ്ടായിരിക്കും പറയുന്നത്, പക്ഷെ ഇവർ തർക്കിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് വാശി പിടിക്കേണ്ട അവസ്ഥ ഇവർക്ക് ഉണ്ടാകാറുണ്ട് പൊതുവെ. അപ്പൊ അതും അവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഉപദേശം നൽകാൻ ഇവർക്ക് പറ്റും. അതും ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളെ ഒന്നും വെച്ചിട്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്കൊരു വലിയ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് മാത്രമേ ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ കുറിച്ച് പറയുന്ന ആദ്യത്തെ 3 സംഖ്യകളെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ സശ്രദ്ധം കേട്ടു എന്ന് കരുതുന്നു. പിന്നെ ന്യൂമറോളജി പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കിയതിന് ശേഷം ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ, അതായത് 4, 5, 6 ഇതിനെ കുറിച്ചിട്ട് അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.